ടി വി പ്രസാദ്, ഇതിൽ ആ രേഖകൾ വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്ന രേഖ അന്ന് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് ഉള്ള രേഖയാണ്. അത് ആ ഉത്തരവാണ് നമ്മളിപ്പോൾ പുറത്തുവിടുന്നത്. കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയാസ് ഡെവലപ്മെന്റ് ബോർഡിന്റെ 1995 ഏപ്രിൽ മാസം 7-ാം തീയതി 7/4/1995 ദോബാപേട്ടിലെ ഈ സ്ഥലം വിട്ടുകൊടുക്കുന്നതിനുള്ള ഉത്തരവാണ്. അതിൽ വളരെ കൃത്യമായി പറയുന്നത്, കൺസിഡറിംഗ് യുവർ റിക്വസ്റ്റ് ഫോർ അലോട്ട്മെന്റ് ഓഫ് 500 acres, 500 ഏക്കറാണ് രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടത് ഇൻ ദോബാപേട്ട് ഇൻഡസ്ട്രിയൽ ഏരിയ. ആ സമയം കൊടുത്തിരിക്കുന്നത് 175 ഏക്കറാണ് എന്നുകൂടി പറയുന്നു. ഫോർ യുവർ ഇമ്മീഡിയറ്റ് റിക്വയർമെന്റ് ദ കോസ്റ്റ് ഓഫ് ദി ലാൻഡ് അറ്റ് ദോബാപേട്ട് ഇൻഡസ്ട്രിയൽ ഏരിയ ഹാവ് ബീൻ fixed at 92 per square meter. The total cost of land of 175 acre will be 6,51,56,700. അപ്പോൾ 500 ഏക്കർ ചോദിച്ചു, കൊടുത്തത് 175 ഏക്കറാണ് എന്നതാണ് ഈ രേഖകളിൽ പറയുന്നത്, അല്ലേ ടി വി പ്രസാദ്? ഉറപ്പായും അത് തന്നെയാണ് അതിന്റെ ചുരുക്കം എന്ന് പറയുന്ന അരുൺ. രാജീവ് ചന്ദ്രശേഖർ വലിയ തട്ടിപ്പിന് ശ്രമിച്ചു എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവരുന്നത്. അതായത് ആകെ കിട്ടിയത് 175 ഏക്കറാണ് എന്ന വാർത്തകൾ നമ്മൾ ഇന്നലെ തന്നെ കണ്ടതാണ്. പക്ഷേ ആ സമയത്ത് ഉണ്ടായിരുന്നത് കൂടുതൽ രേഖകൾ പുറത്തേക്ക് വരാനുണ്ട് എന്നുള്ളത് തന്നെയായിരുന്നു. ആ രേഖകൾ പുറത്തേക്ക് വരുമ്പോൾ കർണാടക സർക്കാർ അനുവദിച്ച, കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെൻറ്റ് ബോർഡ് അനുവദിച്ച ഭൂമിയുടെ കണക്ക് വരുമ്പോഴാണ്, അതിൻ്റെ ഉത്തരവിലാണ് ഈ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമുള്ളത്. ആ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഉടമസ്ഥതയിലുള്ള BPL എന്ന കമ്പനി ആവശ്യപ്പെട്ടിരിക്കുന്നത് 500 ഏക്കർ ഭൂമിയാണ്. അതായത് അനുവദിക്കപ്പെട്ടതിൻ്റെ 3 മടങ്ങ് ഭൂമി. നിലവിൽ നമുക്ക് കിട്ടിയ കണക്ക് പ്രകാരം 313 കോടി രൂപ അത് വിറ്റ് രാജീവ് ചന്ദ്രശേഖർ കൈക്കലാക്കിയിരുന്നു. ഈ 500 ഏക്കറും കിട്ടിയിരുന്നുവെങ്കിൽ ഉറപ്പായും അത് 1000 കോടിയിലധികം രൂപ വില വരുന്ന ഭൂമി കുംഭകോണമായി മാറിയേനെ എന്നുള്ളതാണ്. ഒരുപക്ഷെ കർണാടക സർക്കാർ ഇനി മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല, ആവശ്യപ്പെട്ട അത്രയും കൊടുക്കാത്തത് കൊണ്ട് തന്നെ വലിയ തട്ടിപ്പിന് കളമൊരുങ്ങിയില്ല എന്നുള്ളതാണ് ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇതിൽ തന്നെ അരുൺ ഇപ്പോൾ പറഞ്ഞതുപോലെ ആകെ സർക്കാരിന് കൊടുത്തിരിക്കുന്നത് 6,40,00,000 രൂപയാണ്. ഇതെങ്ങനെയാണ് ഭൂമി കുംഭകോണമാകുന്നത് എന്നതിൻ്റെ മറുപടിയിലേക്ക് വന്നാൽ, സർക്കാരിൽ നിന്ന് കർണാടക സർക്കാർ, കർഷകരുടെ കയ്യിൽ നിന്ന് കർണാടക സർക്കാർ ആ ഭൂമി ഏറ്റെടുക്കുന്നത് വ്യവസായം നടത്താൻ വേണ്ടിയാണ്. വ്യവസായം നടത്താൻ വേണ്ടി ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടും എന്നുള്ളത് കൊണ്ട് അതിനെ ഒരു വിൽപ്പനയായി പോലും യഥാർത്ഥത്തിൽ കാണാൻ കഴിയില്ല. കാരണം അതൊരു പാട്ടമാണ്. കാരണം അത്രയും ചുരുങ്ങിയ വിലയ്ക്കാണ് അത്രയേറെ ഭൂമി കൊടുക്കുന്നത്. ഇവിടെ വ്യവസായം വരും, ഒരുപാട് പേർക്ക് തൊഴിൽ വരും എന്ന് പ്രതീക്ഷിച്ച് കൊടുത്ത ഭൂമി 15 വർഷത്തിനിപ്പുറം രാജീവ് ചന്ദ്രശേഖർ എന്ന മുതലാളി അന്ന് വിൽക്കുകയായിരുന്നു മറ്റ് കമ്പനികൾക്ക്, മാരുതിക്കും ജിൻഡാലിനും ഉൾപ്പെടെ. അങ്ങനെ വലിയ ഒരു ലക്ഷ്യം, 1000 കോടിയിലേറെ രൂപ വിലയുള്ള ഒരു ഭൂമി കുംഭകോണത്തിന് ശ്രമിച്ചെടുത്ത് 500 ഏക്കർ ആവശ്യപ്പെടുന്നു. അത് 175 ഏക്കർ മാത്രം കൊടുത്തത് കൊണ്ടാണ് ഒരുപക്ഷെ ഈ എമൗണ്ട് 300 കോടിയുടെ അടുത്ത് നിന്നത് എന്നുള്ളതാണ് നമുക്ക് രേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്.